മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പിണറായി വിജയന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തുകയാണ്. ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. നേരത്തെയൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സന്ദർശനം തന്നെയാണ്. എന്നാലും ഹാർദമായ ഒരു സ്വീകരണം അവിടെ പിണറായി വിജയൻ വി.ഡി. സതീശന് നൽകുന്നു. ഇരു നേതാക്കളെയും നമുക്ക് ഫ്രെയിമിൽ കാണാം. വീടിനകത്തേക്ക് പോവുകയാണ്. എല്ലാവരും ഞെട്ടിപ്പോയി. എന്ത് നാച്ചുറൽ ആക്ടിങ്. അവരെന്തോ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. അത് ശരി. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒത്തീർപ്പെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒത്തു വന്നാൽ നിന്നെ ഞാൻ വഹിക്കും. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? இப்படி ஒரு புத்திசாலி எம்எல்ஏவை நான் உலகத்துல பார்த்ததே இல்லடா. അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. തീർച്ചയായിട്ടും. സത്യം പറ, ഇവിടെ എന്താ നടക്കുന്നത്? എനിക്ക് ആലോചിച്ചിട്ട് എത്തുമ്പോഴും കിട്ടല്ല. ഇത് മതി. ശരി. മതി. പിന്നെ പറയാം. ഒരു മാറ്റമില്ലല്ലോ. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. ഇനി ഇദ്ദേഹത്തെ പോകാൻ അനുവദിച്ചു. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം ചൊല്வது റെയിൽവേ പോർട്ടർ രംഗൻ.